നടൻ സൂര്യയാണ് കാണുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് സൂര്യയാണ്. നോക്കുക, ആ ഒരു സ്നേഹവും സന്തോഷവും നോക്കുക, അവർ പുലർത്തിയിരുന്ന ഒരടുപ്പം നോക്കുക. നടൻ സൂര്യയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. സൂര്യ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് വരികയാണ്. തമിഴകത്തിൻ്റെ സൂപ്പർ താരം സൂര്യയാണ് ഈ വരുന്നത്. അദ്ദേഹം ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി സൂര്യ ഇവിടേക്ക് വരുന്നു. എത്രമാത്രം ഒരു അടുപ്പം അല്ലെങ്കിൽ എത്രമാത്രം ഒരു സ്വാധീനം ശ്രീനിവാസൻ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൽ ചെലുത്തിയിട്ടുണ്ടാകും എന്നതിൻ്റെ നേർചിത്രം തന്നെയാണ് ഇത്. തമിഴകത്തിൻ്റെ സൂപ്പർ താരം സൂര്യ ഇപ്പോൾ ശ്രീനിവാസന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം തമിഴ് സിനിമാ ലോകവുമായിട്ടെല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ തലൈവർ രജനീകാന്തിൻ്റെ സഹപാഠിയായിരുന്നു അടയാറിൽ. രജനീകാന്ത് തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചിരുന്നു. കാരണം അത്രമേൽ ആഴത്തിൽ പരിചയപ്പെടുന്നവർക്ക് മേൽ ഒരു ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ശ്രീനിവാസൻ. അതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും തന്നെ ആ ഒരു അടയാളങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. സൂര്യ രാവിലെ തന്നെ ഇവിടേക്ക് എത്തി അന്ത്യാഞ്ജലി അദ്ദേഹത്തിന് അർപ്പിക്കുന്നു എന്നതാണ്. എന്തായാലും ഇങ്ങനെ ഈ നിറഞ്ഞ സ്നേഹവുമായിട്ട് ഓരോരുത്തരും ഇവിടേക്ക് എത്തിച്ചേരുന്നു. അവസാന യാത്ര പറച്ചിലിന് വേണ്ടി ശ്രീനിവാസനെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നു ചേരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ തന്നെയായിരുന്നു എറണാകുളം ടൗൺ ഹാളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും. അവിടേക്ക് എത്തിച്ചേർന്നവർ എല്ലാവരും ഒരേപോലെ ഹൃദയത്തോടെ ചേർത്ത് വെച്ചത് ശ്രീനിവാസൻ്റെ ഓർമ്മകൾ തന്നെയാണ്. നമുക്കറിയാം, മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന സൂപ്പർ താരനിര എത്ര നേരമാണ് അവിടെ തങ്ങി നിന്നത്. അവർ പരസ്പരം പറഞ്ഞും സഹതപിച്ചും എല്ലാം തന്നെയും ആ കുടുംബങ്ങൾക്ക് ഒപ്പം ചേർന്ന് നിന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. കാരണം അത്രമേലൊരടുപ്പം അദ്ദേഹം അവരുമായും എല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നു. നേരത്തെ പലതവണ നമ്മൾ പറഞ്ഞതുപോലെ സാമൂഹ്യ വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നു. ആ സിനിമകളിലൂടെ ശ്രീനിവാസൻ്റേതായ ശൈലിയിൽ ഒരു ഹാസ്യത്തിൽ പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുകയും എല്ലാം തന്നെ ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതിനിടയിലും എല്ലാം സ്നേഹത്തിൻ്റെ വളരെ ഒരു ഇഴയടുപ്പം എല്ലാവരുമായിട്ട് തന്നെയും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തരായ അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൂര്യ കൂടിയെത്തുന്നത്. വലിയ സ്നേഹത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. ചലച്ചിത്ര ലോകം എത്ര കണ്ട ആദരവോടുകൂടി ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരനെ ചേർത്തു നിർത്തുന്നു എന്നത് തന്നെയാണ് ഇത്തരം സ്നേഹപ്രകടനങ്ങളിലൂടെ തന്നെ നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മൾ ഇത് തന്നെയാണ് കാണുന്നതും ഇത് തന്നെയാണ് പകർത്തുന്നതും. കാരണം സിനിമാ മേഖലയിൽ അവസാനത്തെ നാളുകൾ രോഗാവസ്ഥയിലേക്ക് പോകുമ്പോൾ അത്ര കണ്ട് സജീവമായിരുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹം എല്ലാവരുമായും ഒരു അടുപ്പം വലിയ രീതിയിൽ സൂക്ഷിച്ചിരുന്നു എന്നത് തന്നെയാണ്. ആ അടുപ്പം തന്നെയാണ് നമ്മൾ കാണുന്നത്. നടൻ സൂര്യ അടക്കം ഇവിടേക്ക് എത്തുന്നതും ഈ സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇവിടേക്ക് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങോട്ടെ
இங்க வேண்டாம், இங்க தள்ள வேண்டாம், இங்க தள்ள வேண்டாம். போயிட்டாரு. எல்லாருக்கும் வணக்கம். சின்ன வயசுல been a big fan of Srinivasan sir. சினிமால நான் வரதுக்கு முன்னாடி இருந்தே உங்க எல்லாரும் மாதிரியும் I've been following his work. இங்க கொச்சின்ல இருக்கும்போது இந்த நியூஸ் வந்த உடனே ரொம்ப சங்கடமா இருந்தது, ரொம்ப கஷ்டமா. ஸோ நேரில் வந்து வீட்டில் பார்க்கணும்னு ஆசைப்பட்டேன். அவரோட ஆத்மா சாந்தி அடையணும். அவரோட கான்ட்ரிபியூஷன், அவர் கற்றுக் கொடுத்தது, அவரோட எழுத்து, அவரோட சினிமாவில் அவர் கொடுத்த அத்தனை விஷயங்களும் வந்து எப்பவுமே நிரந்தரமா எல்லார் மனசுலையும் ஞாபகம் இருக்கும். அவர் ஆத்மா சாந்தி அடையணும். നന്ദി. നടൻ സൂര്യയാണ് സംസാരിച്ചത്. ജിത്തു മാധവൻ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി സൂര്യ കൊച്ചിയിലുണ്ടായിരുന്നു. കൊച്ചിയിലുള്ള സമയത്താണ് ശ്രീനിവാസന്റെ മരണവാർത്ത. ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയാണ്. ശ്രീനിവാസന്റെ ഒരു വലിയ ഫാനായിരുന്നു താൻ. കാലവും ശ്രീനിവാസന്റെ ആ ഒരു നടന ചാതുര്യം ആകർഷിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള ആ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. എത്ര നേരത്തെ അദ്ദേഹം ഇവിടേക്ക് എത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരികയും ചെയ്തത് ആ ഒരു അടുപ്പം തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ പലരായി സംഗീത സംവിധായകൻ ശരത്ത് അടക്കമുള്ളവർ ഇപ്പോൾ അവിടേക്ക് കടന്നു പോയിട്ടുണ്ട്. സൂര്യ ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പേർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ എത്രമാത്രം ശ്രീനിവാസൻ അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു എന്നതെല്ലാം തന്നെ തെളിയിക്കുന്നതാണ് ഇത്രമേൽ ആളുകളുടെ ഒരു കടന്നുവരവും പോക്കുമെല്ലാം ഇത് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ശ്രീജ. ഡാനി, നമ്മൾ പലപ്പോഴും സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ സിനിമയിലുള്ള പ്രശസ്തരുടെയൊക്കെ ഇതുപോലെയുള്ള ചടങ്ങുകളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എല്ലാവരും വരും, പക്ഷേ അവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഏതെങ്കിലും തരത്തിൽ ഹൃദയം കൊണ്ട് ബന്ധമുണ്ട് ശ്രീനിവാസനുമായിട്ട്. അല്ല, ഒരുപാട് സിനിമ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഒരു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ മക്കളുടെ കൂടെയും ചെയ്തിട്ടുണ്ട് സിനിമ. നിങ്ങൾക്കൊരു പാഠപുസ്തകമല്ലേ? അയ്യോ, എല്ലാവർക്കും ഒരു പാഠപുസ്തകമല്ലേ. നമ്മളിവിടെ അഭിനയിച്ചാൽ നമുക്കൊരുപാട് അറിവുകൾ കിട്ടും. വെറുതെ അഭിനയിക്കണം മാത്രമല്ല, ഒരുപാട് അറിവുകൾ കിട്ടും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് അഭിനയിച്ചത് അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമ.